നാട്ടിലേക്ക് പോകാൻ ചെറിയൊരു പ്ലാനിങ്. ഇതിനും മാത്രം ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. എന്തെടുക്കണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇഹാനെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ നമ്മൾ ഒരു പെട്ടി സെറ്റാക്കി. അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു. സിജോയുടെ നാക്കി ചെറിയൊരു കുഴി വന്നിട്ട് സിജോയ്ക്ക് വർത്താനം പറയാം. ഹായ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഞങ്ങളൊരു ഇപ്പം 2 വർഷം കഴിഞ്ഞല്ലേ, രണ്ടരയായി. ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ ചെറിയൊരു പ്ലാനിങ് അല്ല, ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു. പെട്ടെന്നായിരുന്നു അത്, നേരത്തെ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഒറ്റ ദിവസത്തെ ഇതല്ലേ. ജസ്റ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ലീവിന്റെ കാര്യം എൻ്റെ ഒക്കെ ആയി. എൻ്റെ ബ്രദർ പോകുന്നുണ്ടായിരുന്നു. അപ്പം പപ്പ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പിന്നെ നിങ്ങൾക്ക് കൂടെ വന്നുകൂടെയും ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്നായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്ത്. അപ്പം ഞങ്ങൾ ഇതുവരെയായിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി എല്ലാം വാങ്ങിച്ച് പറക്കണം, പാക്കിങ് ചെയ്യണം. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു, 2 ആഴ്ചയും കൂടെ ഉള്ളു സമയം. അതിനുള്ളിൽ എല്ലാം സെറ്റ് ആക്കണം ഞങ്ങൾക്ക്. നമ്മള് കടയിലോട്ട് പറഞ്ഞല്ലേ. അപ്പൊ ഞങ്ങള് കടയിലോട്ട് പോവാണ്. അപ്പൊ ചെറിയ ചെറിയ ഷോപ്പിംഗ് ചെയ്യുന്ന എന്തൊക്കെയാണ് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോ നിങ്ങൾ ഓക്കെ. ഇതുണ്ടോ ജംബോ ഓറഞ്ചസ്. ഭയങ്കര വലുതാ. ഈസി ടു പീലാ ഇത്. അങ്ങനെ ഞങ്ങൾ ഓരോ സെക്ഷനായിട്ട് തീർത്ത് ഓരോ സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് വേണ്ടതൊക്കെ ഞങ്ങൾ എടുത്തു. കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ ചോക്ലേറ്റ്സ് ആണല്ലോ മെയിൻ. പിന്നെ ഇടയ്ക്ക് ഏടൻ ഓരോന്ന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏടൻ ഓരോന്ന് എടുത്തു. അങ്ങനെ സിജോ പിന്നെ ഈ ഒരു സെക്ഷനിൽ നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു ഏതാ എടുക്കണ്ടേന്ന്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളും ഇല്ലാത്ത കാരണം പിന്നെ പുള്ളി തന്നെ കുറേ നേരമൊക്കെ നിന്ന് ആലോചിച്ച് സെലക്ട് ചെയ്തു, എന്തൊക്കെയോ എടുത്തു. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്താ ചെയ്യാൻ, എന്ത് തീരുമാനിച്ചു? ഒന്നും ഇഷ്ടപ്പെടുന്നില്ല നിനക്ക്? പിന്നെ അയ്യോടാ, ഏതും ടെൻഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. ഞാൻ പോയി ബാക്കി സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടും ഒരാൾ അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് തുണിയുടെ സെക്ഷനാണ്. അപ്പം ഞങ്ങളുടെ കുറേ കസിൻസൊക്കെ ഉണ്ട്, കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ അതും ഇതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കി അങ്ങനെ എല്ലാം വാങ്ങിച്ചു. ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇഹാനൊക്കെ ഡിസ്റ്റർബ്ഡായി.
പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇറങ്ങി. ഈടനൊക്കെ നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. സിജോയ്ക്ക് ഇന്നും ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഓഫുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഷോപ്പിങ്ങിലാണ്. കാരണം കുറച്ച് ദിവസമേ ഉള്ളതുകൊണ്ട് കിട്ടുന്ന ടൈമൊക്കെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ കണ്ടതാണ് കേട്ടോ, നടന്നു പോകുന്ന വഴിക്ക് കണ്ട ഒരു കാസിലാണിത്. പഴയതാണ്, പക്ഷേങ്കിൽ ആൾക്കാർ ഇപ്പോഴും അത് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ സ്ട്രീറ്റിലൂടെ നടന്നുപോയപ്പോൾ കണ്ടാണ് കേട്ടോ ഈ ലേക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇതേ കണ്ടൊരു കാഴ്ചയാണിത്. അപ്പോൾ ഇത് ഒറിജിനൽ ട്രെയിനാണോ എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടോ കേട്ടോ. അപ്പോൾ അത് കണ്ടു. അതെന്താണെന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവന് വെട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. ഇതാണ് വെട്ടിയ ആൾ കേട്ടോ. അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് വേസ്റ്റ് കൊണ്ട് കളയാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോന്ന്. ഇപ്പം മെറ്റൽസ് കളയാനാണെങ്കിലും കാർഡ്ബോർഡ് കളയാനാണെങ്കിലും ഇപ്പം നമ്മുടെ പുല്ലാണെങ്കിലും പുല്ലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കളയാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കൊണ്ട് കളയുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവരവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് കളയേണ്ടത്, എവിടെയാണ് കളയേണ്ടത്, അവരുടെ പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ബൾക്കി ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയെല്ലാം കളയാം. അപ്പം ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ തുണിയിടുന്ന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒടിഞ്ഞു പോയി. അപ്പം അത് കൊണ്ടുവന്ന് കളഞ്ഞു. പിന്നെ കുറച്ച് കാർഡ്ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കൊണ്ട് കളഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാർ വാഷ് ചെയ്യാൻ പോയി. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇൻ ആൻഡ് ഔട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അതിനുശേഷം സിജോയുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഇത്. എപ്പോൾ പോയാലും ഈ ഒരു സ്പോട്ടിൽ പോകാതെ പുള്ളിക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഹായ് ഓൾ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവാണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് വാങ്ങി. ഇനി പെട്ടി എടുക്കാൻ പോവാണ്. ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് അടുക്കി വെച്ചു, പക്ഷെ എന്നാലും വെയിറ്റ് ഒക്കെ ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എന്താണ് ഫൈനൽ ലഗേജ് അപ്പോ ഫൈനൽ ലഗേജ് കിട്ടുന്ന ദിവസമാണ്. അപ്പോ ഇന്ന് സിജയ്ക്ക് അവധിയാണ്. അപ്പം ഇന്ന് കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങള് ലഗേജ് പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് 40 kg വെച്ചിട്ട് മൊത്തത്തിൽ ഞങ്ങൾക്ക് 120 കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ 40 kg. അപ്പോൾ ഒരു ലഗേജ് ബാഗിൽ 20 കിലോ വെച്ചാണ് എടുക്കേണ്ടത്. അപ്പം അത് ഒന്ന് കറക്റ്റ് ആക്കുവാണ് സിജോ. ഒന്ന് നോക്കുമ്പോൾ ചിലപ്പം 19, ചിലപ്പോൾ 20 ഗ്രാം അങ്ങനെയൊക്കെ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റാക്കി എങ്ങനെയൊക്കെ അടുക്കി പറക്കി വെച്ചു. അങ്ങനെ കാര്യം സാധിച്ചു. മൂത്രം ഒഴിച്ചോടാ. കറക്റ്റ് സമയത്ത് തന്നതായിരുന്നു. അങ്ങനെ സിജോ പെട്ടികളുടെ മണ്ടയിൽ ഇങ്ങനെ
കിലോ കണക്ക് വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി അറേഞ്ച് ചെയ്യാമെന്ന് എഴുതി. ഇഹാൻ കുളിക്കാൻ പോവാണ്. ഇഹാൻ കുളിക്കാൻ പോവാനോ? ഇഹാന്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇഹാന് കൊടുക്കുന്ന മരുന്നിൽ ഒരെണ്ണമാണ് ഇത്, ഇൻഫാക്കോള്. ഇത് കോളിക് പെയിനും പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലംസിനൊക്കെ കൊടുക്കുന്ന കേട്ടോ. പിന്നെ ഇത് ഹെൽത്ത് വിസിറ്റ് തന്ന മൾട്ടി വിറ്റമിൻസ് ആണ്. അപ്പം ഇത് കൊടുക്കാൻ ഒരിച്ചിരി പാടാണ്, ഞാൻ കാണിക്കാം. പിന്നെ ഇത് വെൽ ബേബിയുടെ വിറ്റമിൻ ഡി ഡ്രോപ്സ്. ഇത് മൂന്നുമാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം വിറ്റമിൻ ഡി ഡ്രോപ്സാണ് കൊടുക്കുന്നതാണ്. അത് കുഴപ്പമില്ല, അവൻ കുടിച്ചോളും. ഈ മൾട്ടി വിറ്റമിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 5 ഡ്രോപ്സ് ആണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇതിനകത്തൊന്ന് വരാൻ ഇച്ചിരി പാടാണ്. വന്നു കഴിഞ്ഞാൽ ചടചടയെന്ന് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. 5 ഡ്രോപ്സ് പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ബാക്കി കുറേയൊക്കെ വെളിയിലോട്ടൊക്കെ പോയി ഉണ്ടല്ലേ. ബാക്കിയൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞു. പിന്നെ കോളി പെയിനുള്ള സാധനം. ഇത് ഞാൻ ഡെയിലി മുടങ്ങാതെ കൊടുക്കുന്ന സാധനമാണ്. കാരണം ഏഴന് ഞാൻ കുഞ്ഞായിരുന്നപ്പം നല്ല ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അവന്. അപ്പം എന്നും കരച്ചിലും ബഹളമായിരുന്നതാണ്. ഞാൻ ഇവന് ഒരിക്കലും മുടക്കിയിട്ടില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അവന് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ്, ബേബി പൗഡർ, ഞാൻ ജോൺസൺ ബേബിയാണ് ഏടനും ഉപയോഗിച്ചത്. അപ്പോൾ ഇവനും ഞാൻ ജോൺസൺ ബേബി തന്നെയാണ് ഉപയോഗിക്കുന്നത്, ക്രീമും പൗഡറും ഒക്കെ. പിന്നെ ഈ ഒരു ബ്രഷ്, ഈ ഒരു സാധനം വെച്ചിട്ട് തലമുടി എന്ന് വെച്ചിട്ട് സീരിയൊക്കെ കൊടുക്കും. കമന്ന് വീഴാനുള്ള പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ ഇവന് ഉടുപ്പൊന്നും ഇട്ടിട്ട് വരാം, ഞാനിപ്പോ വരാം. ഞാൻ ഇവന് ഉടുപ്പിടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു രീതിയാണ്. എനിക്ക് എളുപ്പമെന്ന് തോന്നിയ ഒരു വഴി ഇതാണ്. എഴുന്നേറ്റ് എവിടെ പോയി? തോന്നല്ലേ. അപ്പൊ ഇഹാനെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. അങ്ങനെ ഓൾമോസ്റ്റ് ആയപ്പോഴത്തേക്കുള്ള ഞങ്ങൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളതൊക്കെ അങ്ങനെ മാറ്റി വെച്ച് ഒരുവിധമൊക്കെ സെറ്റാക്കി കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഞങ്ങളുടെ 4 പേരുടെയും ഡ്രസ്സുകളും കാര്യങ്ങളും. അത് ഒരുപാടൊന്നും ഞങ്ങൾ കൊണ്ടുപോകാൻ പ്ലാനൊന്നും ഇല്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ഞങ്ങളുടെ പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം ഇനിയും ഉള്ളത് ഒരാഴ്ചയും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ടും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ 2-2.5 വർഷത്തോളമായി. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. പിന്നെ എന്ന് വെച്ചാൽ പുതിയൊരാളുണ്ട്, ആ ആളെ കൂടെ കാണിക്കണം. അവരെ കാണുമ്പോൾ അവരുടെ സന്തോഷം അതൊക്കെ കാണണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സർപ്രൈസായിട്ട് പോയി കാണുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വരുന്നുണ്ടെന്ന് എന്തായാലും പേരൻസിന് അറിയാം. അതല്ലാതെ എന്നാണെന്ന് കറക്റ്റ് ഡേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ചെല്ലുമ്പോഴുള്ളൊരു അവരുടെ ആ ഒരു സന്തോഷവും അറിഞ്ഞിട്ട് വരുന്ന ഒരു സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കാണണമെങ്കിൽ, നമുക്കത് ഒന്ന് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ പറയാതെ ചെല്ലണമെന്ന് ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്.
അപ്പോൾ വൈകിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്നേഹയുടെ വീട്ടിൽ പോകണമായിരുന്നു. ദാവിക്കും ഈ ഊട്ടിക്കും കൂടെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് പിള്ളേരൊക്കെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവിടെ വൈകിട്ട് ചെന്നതിന് ശേഷം ഞങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ കൂടി. ഇതാണ് ബിൻസി ചേച്ചിയും ഫാമിലിയും കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് എഫേർട്ട് ഇട്ടു ബാർബിക്യൂ ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ എബി ആയിരുന്നു മെയിൻ ആൾ, എങ്കിലും പുറകെ നിന്ന് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേങ്കിൽ ഞങ്ങളെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ബാർബിക്യൂ കൊണ്ട് ഞങ്ങളെല്ലാം നല്ലപോലെ കഴിച്ചതേ. അടുത്ത ദിവസം ഞങ്ങൾ നേരെ ടെൻബിക്ക് വിട്ടു. ടെൻബി ഇവർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇവർ ടെൻബി വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അവിടെ ചെന്നുടനെ ഏഴൻ ദാവൻ്റെ ഒരു ചെറിയ കാറ് മണ്ണിനകത്ത് കുഴിച്ചിട്ടു. എല്ലാവരും കൂടെ കുറേ തപ്പിട്ടൊന്നും സാധനം കിട്ടിയില്ല. അപ്പോൾ ഇത് കടയിൽ പോയി അത്യാവശ്യം വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് തള്ളി നിൽക്കാൻ അതൊക്കെ വാങ്ങി ഞങ്ങൾ. അപ്പോൾ ഞാൻ ഇഹാന് ഫ്ലൈറ്റിൽ പോകുമ്പം കൊടുക്കാൻ വേണ്ടി 100 താഴെയുള്ള സാധനങ്ങളാണ് അതിന് വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞത് ഇത് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് 70 ml ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പിന്നെ പൊടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു വാച്ച് വാങ്ങിച്ചായിരുന്നു ഞാൻ, മൈക്കിൾ കോഴ്സിൻ്റേത്. പിന്നെ ഞങ്ങൾ 2 പേർക്കും ഓരോ പെയർ ഷൂസ് വാങ്ങിച്ചു, ന്യൂ ബാലൻസിൻ്റെ. പിന്നെ കൂട്ടത്തിൽ ഏടന് വാങ്ങിച്ചിട്ടുണ്ടായത് 2 ഷൂ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതോടുകൂടി ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് തുണികളും കാര്യങ്ങളും കൂടെ ഒക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ പേരൻസിന് ഒരു സർപ്രൈസ് കൊടുക്കുന്നതും. ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല എന്നാ ഞങ്ങൾ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും അവർ കാണും, പക്ഷെ ഞങ്ങൾ ഡേറ്റ് പറയത്തില്ല. അപ്പോൾ സിജോയുടെ നാക്ക് ചെറിയൊരു കുരു വന്നിട്ട് സിജോയ്ക്ക് വർത്താനം പറയാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ഒരാഴ്ച ഞാനായിരുന്നു, ഈ ആഴ്ച സിജോ ആണ്. അപ്പോൾ ഇനി ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോയും വീട്ടിൽ ചെന്നിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ഒക്കെയാണ് ഇനിയത്തെ ഞാൻ വ്ളോഗിൽ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്, മല്ലൂസ് ഫ്രം വെയിൽസ്. താങ്ക് യു. ബൈ ബൈ പറഞ്ഞിട. ബൈ.